സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വല്ലാർപാടം പള്ളിയിലാണ്. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു പള്ളിയാണ് വല്ലാർപാടം പള്ളി. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും വൈപ്പിൻ പോകുന്ന വഴിയിൽ ഗോശ്രീ പാലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലതുഭാഗത്തായി നമുക്ക് തല ഉയർത്തി നിൽക്കുന്ന വല്ലാർപാടം പള്ളി കാണുവാൻ സാധിക്കും. ശരിക്കും ഒരു ചെറു ദ്വീപിലാണ് വല്ലാർപാടം പള്ളിയുടെ നിൽപ്പ്. ഏകദേശം 1 കോടിയോളം തീർത്ഥാടകർ വർഷാവർഷം ഈ പള്ളിയിൽ സന്ദർശനം നടത്തിപ്പോന്നു. ഇപ്പോഴും നടത്തിപ്പോരുന്നു. വലിയ 9 മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. ആയിരത്തി 1524 പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മുതൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ ചൂലുകൊണ്ട് പള്ളി അങ്കണം അടിക്കുന്നതാണ് ഒരു വഴിപാട്. ആഗ്രഹലബ്ധിക്കായി പലരും ഇവിടെ ആ ചൂലുകളാണ് അവിടെ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ആരെയും കാണാനില്ല, അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്ത്രീകൾ മുറ്റമടിക്കുന്നത് കാണാമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയമാണ് വല്ലാർപാടം ദേവാലയം. ആയിരത്തി 676 വെള്ളപ്പൊക്കമുണ്ടാകുകയും പള്ളി തകരുകയും അൾത്താരയ്ക്ക് മുകളിൽ വച്ചിരുന്ന മാതാവിൻ്റെ ചിത്രം ഒഴുകിപ്പോകുകയും ചെയ്തു എന്നാണ് ചരിത്രം. കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്നും വീണ്ടെടുത്ത് പള്ളിക്ക് തിരിച്ചു നൽകുകയും പുതിയ ഒരു പള്ളി, ഇവിടെ ഉണ്ടായിരുന്ന പള്ളി പൊളിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ കൂടുതൽ ഏരിയ എടുത്ത് ഒരു പണിയുന്നതിന് സ്ഥലം നൽകി സഹായിക്കുകയും ചെയ്തു. വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം പുതിയ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടുകൾ കൂടി ശേഷം 2004 ജോൺ പോൾ II മാർപ്പാപ്പയാണ് വല്ലാർപാടം ദേവാലയത്തിന് ബസലിക്ക പദവി നൽകി ആദരിച്ചത്. കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പള്ളി ഒരു സുരക്ഷയാണ്, മാതാവ് ഒരു സുരക്ഷയാണ്. പുതിയ ബോട്ടുകളും വള്ളങ്ങളും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നീറ്റിൽ ഇറക്കുക എന്നാണ് പറയാറ്. അങ്ങനെ പല സാക്ഷ്യങ്ങളും കഥകളുമൊക്കെ പള്ളിയുടെ ചരിത്രത്തിൽ ഉണ്ട്. അങ്ങനെ പള്ളിയുടെ പറ്റിയുള്ളൊരു ലഘു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകളുമായി വരുന്നതാണ്. ഓക്കെ, ഇത് പള്ളിയുടെ ഗ്രോട്ടോയാണ്. ഒരു ഗ്രോട്ടോയും അതിനോട് അനുബന്ധിച്ച് ചില പ്രതിമകളും
ബൈബിൾ സംബന്ധമായുള്ള പ്രതിമകളും ഒരു വള്ളത്തിൻ്റെ ഒരു ആവിഷ്കാരവുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി വരാം. ഓക്കെ.